മുമ്പ് പ്രണയം ഉണ്ടായിരുന്നു. മുമ്പോ എന്നെ കണ്ടത് പ്രണയിക്കാൻ തോന്നൂലേ? അത്ര മോശമാണോ? ഇല്ലേ പ്രണയിക്കാനൊക്കെ തോന്നത്തില്ല. തീർച്ചയായും റിലേഷൻ ഉണ്ടായിരുന്നു. ബ്രേക്കപ്പ് പോയി. എന്നെ കിട്ടാനാ അതുകൊണ്ടാണ് വിശ്വാസം പോയതല്ലേ? വിശ്വാസമൊന്നല്ല, ടോക്സിക്കിന്റെ അങ്ങേ അറ്റം പോകുമ്പോഴാണ് നമുക്ക് അങ്ങ് ആ റിലേഷൻ എനിക്ക് വേണ്ടാന്ന്. ടോക്സിക് ആവുന്നവർ എന്ത് ചെയ്യും? നമ്മളെ അടച്ചിരുത്തിയിട്ട് പക്ഷെ അവരെല്ലാം അഭിനയിച്ചോണ്ട് എന്താ ചെയ്യുമെന്ന് അറിയാമോ? ഭയങ്കര ചക്കരയെ മുത്ത എന്നെല്ലാം വിളിച്ച് അടുത്തുകൊണ്ട് ഇരുത്തിയിട്ടായിരിക്കും അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്നത്. ആ ഒരു അല്ലല്ല ചക്കരി മുത്തി എന്ന് പറഞ്ഞിട്ട് ജനലിൽ കൂടെ അവിടെ അനുഭവം ഉണ്ടോ? അനുഭവം ഉണ്ടോന്ന് വെച്ചാൽ നല്ല രീതിയിലുണ്ടോ? എനിക്ക് നല്ലോണം കിട്ടിയത് കൊണ്ടാണ് നല്ല അസല് തേപ്പാണ് കിട്ടിയിരിക്കുന്നത്. വേണ്ട അത് പറയുന്നില്ല. അതാണ് പ്രണയം വെറുത്തത്. പ്രണയം വെറുത്തിട്ടില്ല. സത്യത്തിൽ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പ്രണയം മൂവീസ് ഒക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ട് കരയാറുണ്ട്. അയ്യോ യോജിച്ചില്ലല്ലോ ഒന്നിച്ചില്ലല്ലോ എന്നൊക്കെ. ബ്രേക്കപ്പ് ആയിരുന്ന സമയത്ത് ഒന്നിക്കണ്ടെന്നൊക്കെ തോന്നുന്ന ഫിലിം കാണുമ്പോഴോ അയ്യോ വേണ്ട എന്നൊക്കെ തോന്നും. പക്ഷെ പ്രണയം അത് ഇപ്പോഴും ഉണ്ട്. ആരെങ്കിലും വന്നിപ്പോ നമ്മുടെ ഒരാളെ വന്ന് നമുക്ക് പ്രണയമല്ല കെയറിംഗ് ആണ് വേണ്ടത് അല്ലേ? ആ കെയറിംഗിലാണ് നമ്മളിപ്പോ ഞാൻ ഇപ്പൊ ഇവരുടെ കൂടെ നിൽക്കുന്ന സെക്യൂർ ആണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. കുഴപ്പമില്ല. അതുപോലെ ഇപ്പൊ ഇതൊരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് കംഫർട്ട് ആണെങ്കിൽ ഞാൻ അവിടെ കൂടെ നിൽക്കും. മനസ്സിലാവുന്നുണ്ടാ? കാരണം അത്രയും കംഫർട്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കെയർ ആണ് പ്രണയം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നു. മുകേഷ് ചേട്ടനുമായിട്ട് റീൽസ് ഒക്കെ ചെയ്തപ്പോ മുകേഷ് ചേട്ടനോട് പ്രണയമാണ് വിവാഹം ചെയ്യാൻ പോകണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമന്റുകളോ? അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അല്ല ഒരുപാട് പേര് കമന്റില് ഞാൻ കൂടെ അഭിനയിക്കുമ്പോഴേ ഭയങ്കര നെഗറ്റീവ് കമന്റ് വരും. പക്ഷെ ഇത് വന്നപ്പോ നെഗറ്റീവ് വന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് മുകേഷ് ചേട്ടനോട് വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നെഗറ്റീവിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വീഡിയോസ് അത്രയും കയറി പൊക്കോണ്ടിരിക്കുന്നത്. ഇതിൽ പോസിറ്റീവ് വന്നിട്ട് നമ്മൾ ഹാപ്പി ആണോ എന്ന് വെച്ചാൽ ഹാപ്പിയാണ്. പക്ഷെ 2-3 നെഗറ്റീവ് വന്നിരുന്നെങ്കിൽ നമുക്ക് കയറി ഒന്ന് ഇച്ചിരി നെഗറ്റീവ് പോസിറ്റീവ് എന്നില്ല. നല്ല കണ്ടന്റുകൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നത് അല്ലേ? അല്ലാതെ ഇന്ന ആളോട് അഭിനയിച്ചത് കൊണ്ട് നെഗറ്റീവ് ഒന്നും ഇന്ന ആളോട് അഭിനയിച്ചോണ്ട് പോസിറ്റീവ് ഒന്നും അതൊന്നും അല്ല. ഇപ്പൊ ഞാൻ ഇവരുടെ നാളെ സീൻ എന്ന് ആരോപിക്കുന്നുണ്ട് എല്ലാവരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ അമ്മയുടെ ഒക്കെ സംഭവം വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് സിദ്ദിഖ് സാറാണ്. സിദ്ദിഖ് സാറാണ് ഏറ്റവും കൂടുതൽ. പുള്ളി ഇപ്പൊ ഏത് സിനിമയിലാണ് ഇല്ലാത്തത്? എല്ലാ സിനിമയിലും